ഹരി ജയ ഗോപിജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗോപിജനവല്ലഭ ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജജനരഞ്ജന യശോദനന്ദന വ്രജജനരഞ്ജന യമുന തീരവനചാരി കുഞ്ചവിഹാരി ജയ രാധ മാധവ ജയ കുഞ്ചവിഹാരി ജയ ഗോപിജനവല്ലഭ ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജജനരഞ്ജന യശോദനന്ദന വ്രജജനരഞ്ജന യമുന തീരവനചാരി കുഞ്ചവിഹാരി ഹരി കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ രാമ ഹരേ 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 കൃഷ്ണ. മതം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാന്യതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സകല ലളിത ശ്രീ വിശാഖാന്യതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രഭു, ഞാൻ ബദരീനാഥിനെ കുറിച്ച് പറയട്ടെ? ഹരേ കൃഷ്ണ. ബദരീനാഥിനെ കുറിച്ച് പറയാം. പണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് പേര് പോയിരുന്നു. അപ്പൊ അന്ന് ഉള്ളൊരു ആവേശം ഉൾക്കൊണ്ടിട്ട് ആണ് അന്ന് ബദരീനാഥിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിച്ചതും ഒക്കെ. അപ്പൊ അതിന് പെട്ടെന്ന് ഓർത്ത് പറയാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ. റെക്കോർഡ് വേണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. അപ്പോഴ് നമുക്ക് സത്യത്തിൽ 4 മോക്ഷധാമങ്ങളാണുള്ളത്. അതില് മോക്ഷധാമം സത്യയുഗത്തില് ബദരീനാഥാണ്. ഇപ്പം 4 മോക്ഷധാമങ്ങൾ എന്ന് പറയുമ്പം ബദരീനാഥ്, ദ്വാരക, രാമേശ്വരം, പുരി. അങ്ങനെ സത്യയുഗത്തില് ബദരീനാഥാണ്. ദ്വാപര യുഗത്തില് നമ്മൾ ദ്വാരകയാണ് ഒരു മോക്ഷധാമമായിട്ട് കരുതുന്നത്. ത്രേതായുഗത്തില് രാമേശ്വരവും കലിയുഗത്തിൽ നമ്മൾ പുരി ജഗന്നാഥ ക്ഷേത്രവുമാണ് മോക്ഷധാമങ്ങളായിട്ട് കരുതുന്നത്. അങ്ങനെ ബദരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും കുറെ പേരൊക്കെ പോയിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയാലോ ബദരിയെ കുറിച്ച് പറയാൻ. അപ്പം ബദരിയുടെ മഹാത്മ്യം എന്ന് പറയുമ്പോഴത്തേക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ ചിമൂലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇത് ബദരിനാഥ് എന്ന് പറഞ്ഞാൽ 18 പുരാണങ്ങളിലും ഇതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യരാണ് പൂജകൾ ചെയ്യാൻ വിധിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്നാണ് നമ്പൂതിരി ആയിട്ടുള്ള ബ്രാഹ്മിൺസിനെയാണ് ഇതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പൊ രാമേശ്വരത്ത് മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരാണ് അവിടെ ഈ 4 ധാമങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് പൂജയ്ക്കായിട്ട് എത്തുന്നത്. നമ്മുടെ ധർമ്മത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂജാവിധികളെല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പം 4 ധാമങ്ങളിലും ബദരിക്കുള്ള പ്രാധാന്യം എന്ന് പറയുമ്പോൾ സത്യയുഗത്തില് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ടല്ലോ. അതിൽ മോക്ഷത്തിന്റെ ധാമമാണ് ബദരി. മോക്ഷത്തിന്റെ ഒരു പ്രധാന കവാടം തുറക്കുന്നതും എവിടെയാണ്? ബദരിയിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. മോക്ഷ കവാടം എന്ന് നമ്മൾ ബദരിയെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ബ്രഹ്മാവിന്റെ ശിരസിന് മോക്ഷം കൊടുത്ത സ്ഥലമാണ്
ബദരി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പിതൃക്കളുടെ തർപ്പണത്തിന് വേണ്ടിയിട്ട് വിശേഷപ്പെട്ടതാണ്. ഇവിടെ എന്ന് വെച്ചാൽ തർപ്പണത്തിന് ഉപയോഗിക്കുന്നത് ഭഗവാന് നിവേദിച്ച നിവേദ്യം കൊണ്ടാണ് ഇവിടെ തർപ്പണം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു വിശേഷം കൂടി ഇവിടെയുണ്ട്. മറ്റെങ്ങും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ അതുപോലെ 18 പുരാണങ്ങളിലും ബദരിയെ കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. 6 മാസം മനുഷ്യരും 6 മാസം ദേവന്മാരുമാണ് അവിടെ പൂജ ചെയ്യാറ്. പിന്നെ കഠിനമായ ഒരുപാട് തണുപ്പ് ഐസ് വീഴുന്നു എന്നൊരു കാരണം കൊണ്ടാണ് ഈ 6 മാസത്തെ പൂജയായിട്ട് 6 മാസം മാത്രം പൂജ വെച്ചിരിക്കുന്നത്. ദേവന്മാരുടെ കാലത്ത് ദേവന്മാര് വന്ന് പൂജ ചെയ്യുന്നുണ്ട്. നാരദ മഹർഷിക്ക് ശാപമോക്ഷം പൂജ ചെയ്യുന്നുണ്ട്. അപ്പൊ നാരദ മഹർഷിയും അവിടെ വരുന്നുണ്ട് ഈ സമയങ്ങളിൽ, ഈ 6 മാസം സമയങ്ങളിൽ. ശാപമോക്ഷം ബദരി മാത്രമാണ് മഹർഷിക്ക്. പിന്നെ നാരദ മഹർഷിക്ക് ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അവസരമുണ്ട്. അതുപോലെ തന്നെ ഉദ്ധവരെ പൂജിക്കുന്നത് ഇവിടെയുണ്ട്. കുബേര പൂജയും ഇവിടെയുണ്ട്. തിരുപ്പതിയിലും ബദരിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ തിരുപ്പതിയിലേക്ക് പത്മാവതിയുടെ വിവാഹത്തിന് ബദരിയിൽ നിന്നും ധനം ശേഖരിച്ചു കൊണ്ടുപോകുന്നു എന്നൊരു കഥയും ഉണ്ട്. അതിനനുസരിച്ച് ബദരിയിലേക്ക് കുബേരന് കൊടുക്കാനുള്ള സമ്പാദ്യമായിട്ട് ഇന്നും തിരുപ്പതിയിൽ ഇവിടെ ശേഖരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ കുബേർ കുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ധനങ്ങളെല്ലാം ശേഖരിച്ചു വെക്കുന്നത്. എന്നിട്ട് ഇത് പിന്നീട് ഇവിടെ വിവാഹത്തിന്, പത്മാവതിയുടെ വിവാഹത്തിന് ആവശ്യമായിട്ട് തിരുപ്പതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ബദരി എന്ന് പറയുമ്പോൾ പണ്ട് ശിവക്ഷേത്രമായിരുന്നു ഒരു ആദ്യം. അങ്ങനെ അവിടെ മഹാദേവന്റെ ഭൂമിയായിട്ടാണ് പറയപ്പെടുന്നത്. മഹാദേവനും പാർവതി ദേവിയും കൂടി താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു അത്. ലീലാഡുങ്കി എന്ന് പറയും. അവിടെ ഒരിക്കല് അങ്ങനെ മഹാദേവനും പാർവതി ദേവിയും കൂടി ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു ബാലൻ ഒരിക്കലും ദേവിയുടെ ഭഗവാൻ വന്നോടെ ലീലയാടിയതാണ്. ഭഗവാൻ അവിടെ ബാലന്റെ രൂപത്തിൽ വരും. ഒരു ബാലൻ വരും അവിടെ ഇരിക്കുന്ന സമയത്ത്. ദേവിയും അല്ല, മഹാദേവി ഇരിക്കുന്ന സമയത്താണ് വരുന്നത്. അപ്പം ദേവിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, അയ്യോ എനിക്ക് തണുക്കുന്നുണ്ട്, എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് തണുക്കുന്നു, ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി വരുന്നത്. അങ്ങനെ ദേവിക്ക് പെട്ടെന്ന് ഒരു വിഷമം തോന്നി, അയ്യോ കുഞ്ഞല്ലേ, ഈ തണുപ്പത്ത് ഇത് എങ്ങനെ വന്നു പറ്റി എന്ന് കരുതിയിട്ട് ദേവി അവിടെ ഇടം കൊടുക്കുന്നു. അങ്ങനെ അപ്പോഴ് ഭഗവാൻ പറയുന്നുണ്ട്, മഹാദേവൻ ഇത് കണ്ടിട്ട് പറയുന്നുണ്ട്, ഇത് വെറും ഒരു കുട്ടിയല്ല, അങ്ങനെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദേവി അതിനു മുമ്പ് വാക്ക് കൊടുത്തുപോയി, ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്തു പറ്റും, ഭഗവാൻ അവിടെ അങ്ങ് സ്ഥിരം ആവുകയാണ്. ഭഗവാന് വിട്ടുകൊടുക്കേണ്ടി വന്നു ഒടുവിൽ അവസാനം മഹാദേവനും പാർവതി ദേവിക്കും കൂടി. ഇത് ഭഗവാന്റെ ഒരു ലീലയായിട്ടാണ് കാണുന്നത്. ആ കുഞ്ഞിന്റെ ആഗ്രഹം ദേവി സാധിച്ചു കൊടുക്കുന്നു. അത് മഹാവിഷ്ണു ആയിരുന്നു. അപ്പൊ അങ്ങനെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് കുട്ടിയുടെ. അങ്ങനെ ഭഗവാൻ അവിടുത്തെ ബദരിയില് ഭഗവാന്റെ സ്ഥലമായിട്ട് അങ്ങ് മാറും. ഈ പർവ്വതത്തിന്റെ മറുവശത്താണ് കേദാർ ഈശ്വരന് വേണ്ടിയിട്ടുള്ള ഭൂമി. അപ്പൊ അവിടുത്തെ സൗന്ദര്യം കണ്ട് മോഹിച്ച് ഭഗവാൻ അവിടുത്തെ ആ ഒരു സൗന്ദര്യം കണ്ടിട്ടും ഇഷ്ടപ്പെട്ടിട്ടും അങ്ങനെയാണ് ഭഗവാൻ അവിടെ ആ ബദരിയില് താമസിക്കാനായിട്ട് വരുന്നത്. ബദരിയിൽ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ആർക്ക് മഹാദേവനും സ്ഥലം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ധ്യാനം നമ്മൾ എല്ലാ പ്രവർത്തികളിലും ധ്യാനത്തിലൂടെ മാത്രമേ ചെയ്യാവൂ എന്ന് കാണിച്ചു തരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ബദരിനാഥിനെ പൂജിക്കാനുള്ള ബദരിയിലെ പൂജ നടത്താനുള്ള അവകാശമുള്ളതെന്ന് വെച്ചാൽ മലയാളികൾക്കാണ് അവിടെ അതിനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത്. പണ്ട് ഭഗവാൻ വാമനാവതാര രൂപത്തിലാണ് ബദരിയിൽ പ്രത്യക്ഷപ്പെട്ടത്, എന്ന് വെച്ചാൽ കുട്ടി രൂപത്തിൽ. കേരളത്തിന്റെ അതേ ഉത്സവം രീതി തന്നെയാണ് ബദരിയിലും ഉള്ളത്. അപ്പൊ ഓണം നാളിലാണ് അവിടുത്തെ ഉത്സവം. അപ്പൊ ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ശങ്കരാചാര്യരാണ്, ആദിശങ്കരാചാര്യരാണ്. ഒരു സമയത്ത് അധാർമിക പ്രവൃത്തി കൊണ്ട് ഇങ്ങനെ വിഗ്രഹങ്ങൾ അളകനന്ദയിലെ
അളകനന്ദയിലെ നാദകുണ്ടിലിടുകയും നാദകുണ്ടെന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. നാദകുണ്ടിലിടുകയും ക്ഷേത്രം നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം ശങ്കരാചാര്യരാണ് ആ വിഗ്രഹം വീണ്ടെടുക്കുന്നത്, പിന്നീട് അവിടെ പുനഃപ്രതിഷ്ഠിച്ചത്. അപ്പൊ ജ്യോതിർമഠത്തിൽ ധ്യാനത്തിൽ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു നിയോഗം പോലെ അനുസരിച്ചാണ് നിയോഗം പോലെയാണ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഈ ഒരു കാര്യം വരുന്നത്. ആ കുണ്ടിൽ നിന്നും ഈ ഒരു പ്രതിമ, ഭഗവാന്റെ വിഗ്രഹം വീണ്ടെടുക്കുകയും അദ്ദേഹം അവിടെ വീണ്ടും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യയുടെ ഏറ്റവും വടക്ക് സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 17,585 അടിയോളം ഉയരത്തിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കനത്ത മഞ്ഞ് മൂടിക്കിടക്കുന്ന നീലകണ്ഠ പർവ്വത നിരയുടെ അടിഭാഗത്താണ്, അളകനന്ദയുടെ തീരത്തായിട്ടാണ് ഈ പുരാതനമായ ക്ഷേത്രം നിലകൊള്ളുന്നത്. നരനാരായണന്മാർ അനേക വർഷം തപസ് അനുഷ്ഠിച്ച പുണ്യ ഭൂമിയാണ് ബദരീനാഥ്. അപ്പൊ ബദരിയിലെ പ്രധാന ശാന്തിക്കാരനെ നമ്മൾ പറയുന്നത് റാവൽജി എന്നാണ്. അദ്ദേഹം കേരളത്തിലെ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ള ഒരാളായിരിക്കണം. റാവൽജി എന്ന് പറയുന്നത് ആളുടെ പേരല്ല, ആ ഒരു സ്ഥാനത്തിന് കൊടുക്കുന്ന പേരാണ്. അപ്പൊ ശങ്കരാചാര്യൻ നിഷ്കർഷിച്ചിട്ടുള്ള ഈ ആചാരങ്ങൾ അനുസരിച്ചാണ് അവിടെ എന്താണ് പൂജകളും മറ്റും നടക്കുന്നത്. അപ്പൊ റാവൽജിക്ക് മാത്രമേ ബദരീനാഥിലെ വിഗ്രഹത്തിൽ സ്പർശിക്കുവാനുള്ള അധികാരമുള്ളൂ. അപ്പൊ റാവൽജിക്ക് സ്വർണം, വെള്ളി, അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് പദവികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭഗവാന് പൂജ ചെയ്യുന്ന ഈ പൂജാരിക്ക് അദ്ദേഹത്തിന് ഈ സ്വർണം, വെള്ളി എന്നിവ കൊണ്ടുള്ള ഓരോ ദണ്ഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജോഡി സ്വർണ്ണ വളകള്, രാജാവിന്റെ ഒരു രീതിയിലാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. ഒരു വളകള്, സ്വർണ്ണ വളകള്, രാജോചിതമായ മേൽവസ്ത്രങ്ങള്, പിന്നെ അങ്ങനെയൊക്കെയാണ് ശാന്തിക്കായിട്ട് അദ്ദേഹത്തിന് അവരോധിക്കുമ്പോൾ കൊടുക്കുന്നത്. അപ്പം അന്നത്തെ ടെഹരി എന്ന് പറയുന്ന സ്ഥലത്തെ മഹാരാജാവ് നൽകുന്ന ബദരിയിലെ കിരീടം വെക്കാത്ത രാജാവ് തന്നെയാണ് നമ്മുടെ ബദരിയിലെ പൂജാരി എന്ന് പറയുമ്പോൾ. അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ആ സ്ഥലത്ത്, ആ ടെഹരി എന്ന് പറയുന്ന ആ സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ട് പോന്നിരുന്നത്. ഇപ്പോഴുള്ളത് ആരെന്ന് ചോദിച്ചാൽ കണ്ണൂരുള്ള വടക്കേ ചന്ദ്രമനയിലെ ഈശ്വരപ്രസാദ് എന്ന് പറയുന്ന നമ്പൂതിരിയാണ് ഇപ്പോഴത്തെ റാവൽജി. അവിടെ ഇപ്പോഴ് നിലവിലുള്ളത്. അതികഠിനമായ നിഷ്ഠകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം പോകുന്നത്. 2 തവണ ഈ മലകൾ കയറി അദ്ദേഹം 6 മാസം അവിടെ താമസിക്കണം. ഭയങ്കരമായ മഞ്ഞു വീഴ്ചയാണ്. അവിടെ നഗ്നപാതരായിട്ട്, ചെരുപ്പൊന്നും ഇടാൻ പാടില്ല, ഭയങ്കര തണുപ്പാണ്. അവിടെ 6 മാസം നമ്മള് നിൽക്കണം. അതുപോലെ തന്നെ കേരളീയ രീതിയിലുള്ള സമ്പ്രദായമാണ് അവിടെ ഉള്ളത്. അങ്ങനെ കേരളത്തിലുള്ള നമ്പൂതിരി ഫാമിലിയിൽ നിന്നാണ് ഭഗവാന്റെ പൂജ നടത്തുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് 6 മാസം മനുഷ്യപൂജ, 6 മാസം ദേവപൂജ എന്നിങ്ങനെയാണ്. അവിടുത്തെ അഖണ്ഡ ജ്യോതി എന്നത് 6 മാസമാണ് അതിന്റെ കാലാവധി. പിന്നീട് നട അടയ്ക്കുമ്പോൾ ദീപം മറ്റൊരു വിളക്കിലേക്ക് പകർന്നിട്ട് ദേവന്മാർക്ക് ആ ക്ഷേത്രം കൈമാറിയിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് 6 മാസം കഴിയുമ്പോൾ. ഇതിന് നമ്മൾ പറയുന്ന നട ചാരുക എന്നാണ്. നട ഒരിക്കലും അടയ്ക്കുന്നില്ല, നട ചാരിയിട്ട് 6 മാസം കഴിയുമ്പോൾ ഒരു തിരി അടുത്ത ഒരു വിളക്കിലേക്ക് കൊടുത്തിട്ട് പൂജാരി അവിടുന്ന് തിരികെ പോരും. അങ്ങനെയാണ്. അപ്പം ദേവപൂജയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. അന്നു മുതൽ ദേവന്മാരായിരിക്കും അവിടെ പൂജ നടത്താൻ വരികയും പിന്നെ അക്ഷയ തൃതീയയ്ക്ക് ശേഷമാണ് മനുഷ്യപൂജ ആരംഭിക്കുന്നത്. മനുഷ്യപൂജയ്ക്കുള്ള സമയത്ത് അവരവിടെ ചെല്ലുമ്പോൾ ദേവന്മാര് വന്ന് പൂജ ചെയ്ത എല്ലാ അടയാളങ്ങളും അവിടെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം ബദരികാശ്രമം എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണനായിട്ടാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത്. ലക്ഷ്മി ദേവിയും ഉണ്ട് കൂടെ. ബദരി എന്ന് പറയുന്നത് കൂവളം പോലെ ഇലയുള്ള ഒരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിൽ ദേവി ഭഗവാന്റെ കൂടെ തണലായി നിന്നു എന്നാണ് പറയപ്പെടുന്നത്. ഭഗവാൻ അവിടെ ധ്യാനത്തിലിരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇരിക്കുന്ന സമയത്ത് ദേവി വന്നിട്ട് ഒരു വൃക്ഷത്തിന്റെ രൂപത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് നിന്ന് ഭഗവാനെ സംരക്ഷിച്ചു പോന്നു എന്ന് പറയുന്നു. അങ്ങനെ ലക്ഷ്മിനാഥൻ എന്ന രീതിയിലാണ് ബദരീനാഥൻ എന്ന പേര് വന്നത്. ബദരി എന്ന് പറയുന്ന ആ വൃക്ഷത്തിന്റെ പേര് അവിടെയാണ് ദേവി ആ ഒരു രൂപത്തിൽ വന്നു എന്ന് പറയുന്നു. അങ്ങനെ ബദരീനാഥൻ എന്ന പേര് വരാൻ കാരണം ലക്ഷ്മിനാഥൻ ആയത്. ലക്ഷ്മിനാഥൻ എന്ന രീതിയിലാണ് ബദരീനാഥൻ എന്ന പേര് വരാനും കാരണം. അതുപോലെ ബദരി ആശ്രമത്തിൽ ഭഗവാന്റെ ഗർഭഗൃഹത്തിലുള്ള ദേവന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗരുഡദേവനുണ്ട്, കുബേരദേവനുണ്ട്, നാരദ മഹർഷിയുണ്ട്, ഉദ്ധവരുണ്ട്,
ഇതുവരെ ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ. കൂടാതെ നരനാരായണന്മാരും ഉണ്ട്. പിന്നെ ഉപദേവന്മാരായിട്ടുള്ളത് ആരൊക്കെയാണ്? ഗണപതിയുണ്ട്, ഹനുമാനുണ്ട്, ഖണ്ഡകർണസ്വാമി ഉണ്ട്. അങ്ങനെ ഖണ്ഡകർണസ്വാമി അവിടുത്തെ ക്ഷേത്ര പാലനായിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നട അടയ്ക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവി ഗർഭഗൃഹത്തിൽ ഭഗവാന്റെ കൂടെയാണ് ഉണ്ടാവും. ഭഗവാന്റെ കൂടെ തന്നെയാണ് ലക്ഷ്മി ദേവിയുടെ മൂർത്തി സ്ഥാപിച്ചിരിക്കുന്നത്. ഭഗവാന്റെ കൂടെ തന്നെയുണ്ട്. അപ്പൊ ലക്ഷ്മി ദേവി ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് എപ്പോഴും പറയുന്നു. ഭഗവാന്റെ വിഗ്രഹം ഇതിൽ സാളശിലയിലുള്ള ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ സ്വയംഭൂവായ മൂർത്തിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ ഭഗവാന്റെ പ്രതിഷ്ഠ ബ്രഹ്മാവിന്റെ സാന്നിധ്യത്തിൽ സ്വയം പ്രതിഷ്ഠയായിരുന്നു എന്നും പറയുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കാണാതെ പോയതും പിന്നീട് എടുത്ത് പുനഃപ്രതിഷ്ഠ ചെയ്തു. പിന്നെ അവിടെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഗരുഡ ഗുഹയുണ്ട്. ഇവിടെ ഭഗവാന്റെ വാഹനമാകാൻ വേണ്ടിയിട്ട് ഗരുഡ ഭഗവാൻ തപസ്സിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അനേക വർഷത്തോളം തപസ് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഒരു ഭാഗ്യം ഗരുഡന് ലഭിക്കുന്നത്. ഭഗവാന്റെ വാഹനമാകാൻ വേണ്ടിയിട്ട് ഗരുഡന് പല വർഷങ്ങളോളം തപസ്സിരുന്നു അത്രേ. അതിന് ശേഷമാണ് ഗരുഡൻ അങ്ങനെ ഒരു അവസരം ഭഗവാൻ കൊടുക്കുന്നത്. അവിടുത്തെ പൂജാവിധികൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ 3:30 മഹാ അഭിഷേകവും അത് 3 മണിക്കൂറോളം ഉണ്ടാവും. പിന്നെ നവകലശം, പാല്, തൈര്, തേൻ, കളഭം, കുങ്കുമം, അങ്ങനെ എല്ലാ ദേവന്മാർക്കും അഭിഷേകം ഉണ്ടാവും. അതുപോലെ തന്നെ അലങ്കാരങ്ങളും വസ്ത്രാലങ്കാരങ്ങളും ഉണ്ടാവും. ഈ പൂജാവിധാനങ്ങളെല്ലാം ഭക്തന്മാർക്ക് പങ്കെടുക്കാൻ കഴിയും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. നമുക്ക് അവിടെ പൂജ ചെയ്യാനുള്ള ഒരു അവസരം നമുക്കും കിട്ടും. അവിടെ ചെന്ന് ഇരുന്ന് ഭഗവാന്റെ അടുത്ത് ഇരുന്ന് നമുക്ക് പൂജ ചെയ്യാനുള്ള അവസരം കിട്ടും എന്നാണ് പറയുന്നത്. ഇത് മണ്ഡപത്തിൽ നമ്മളെ ഇരുത്തിയിട്ട് പേരും നാളും ഒക്കെ പറഞ്ഞു തന്നെയാണ് പൂജാവിധികൾ അവിടെ നടത്തുന്നത്. രാവിലെ ഉഷപൂജയ്ക്ക് പാൽപ്പായസം ഉണ്ടാവും, ഉച്ചപൂജ ഉണ്ടാവും, വൈകിട്ട് ദീപാരാധനയ്ക്ക് വെള്ളി സ്വർണം തട്ടത്തിലുള്ള പ്രസാദമൊക്കെ വെച്ചിട്ടായിരിക്കും ദീപാരാധന. അതുപോലെ സഹസ്രനാമാർച്ചന, അർച്ചനകൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ രാത്രിയിലുള്ള അത്താഴ പൂജയ്ക്ക് ശയനാർത്തി എന്നാണ് പറയുന്നത്. അത് ഭഗവാന് നിവേദ്യം കഴിഞ്ഞ ശേഷം ആ ഭഗവാന്റെ ഉടയാടകളെല്ലാം മാറ്റി ഗീതാ ഗോവിന്ദം ചൊല്ലിയാണ് ഭഗവാനെ ഉറക്കുന്നത്. ഈ സമയത്ത് ഭഗവാനെ കമ്പിളി കൊണ്ട് പുതപ്പിക്കും. അവിടെ ഭയങ്കര തണുപ്പല്ലേ, അപ്പൊ ഭഗവാനെ കമ്പിളി കൊണ്ട് പുതപ്പിച്ചിട്ടാണ് ഉറക്കുന്നത്. അപ്പൊ സാധാരണ ദിവസങ്ങളിൽ ഇങ്ങനെയാണ് അവിടുത്തെ പൂജാവിധികളൊക്കെ. അപ്പൊ മെയ് ജൂൺ മാസങ്ങളിൽ 12-12:30 വരെയൊക്കെ നീളും. രാത്രിയിൽ ഒരു സമയമാവും പൂജയെല്ലാം തീരുമ്പോഴത്തേക്ക്. തണുപ്പ് കൂടുന്നതനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. ഈ തണുപ്പിനനുസരിച്ച് പൂജാവിധികളും സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പിന്നെ 6 മാസം ദേവന്മാർ പൂജിക്കുന്നു എന്ന വിശ്വാസമാണല്ലോ. അപ്പൊ ദേവപൂജയ്ക്ക് മനുഷ്യനാൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. നട ചാരിയിട്ട് ദേവന്മാർക്ക് ക്ഷേത്രം സമർപ്പിച്ചതിന് ശേഷം ചില പ്രാർത്ഥനകളും മറ്റുമൊക്കെ അവിടെ നടത്തുന്നുണ്ട്. അതിനുശേഷം അവിടുന്ന് പൂജിക്കുന്നതൊക്കെ ഒരുക്കി വെച്ച് പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ട് പോരും. പിന്നീട് 6 മാസം കഴിഞ്ഞ് നട തുറക്കുമ്പോൾ എന്താണ്, അവിടെ ദേവന്മാർ പൂജ ചെയ്ത എല്ലാ ലക്ഷണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ദേവഭൂമിയിലെ നിയമം പക്ഷേ, അവിടെ ദേവഭൂമി എന്നാണല്ലോ നമ്മൾ പറയുന്നത് ബദരീനാഥ്. ദേവഭൂമിയിലെ ഈ നിയമം എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ പല പല കാര്യങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അനുഭവപ്പെടും, നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കണ്ട കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് കാണുന്ന ആളിന്റെ സ്വന്തം അനുഭവത്തിൽ വെക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. കാര്യം ഓരോ ജന്മത്തിനും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ് നമുക്ക് ബദ്രീനാഥിലൊക്കെ പോകുമ്പോഴത്തേക്ക് തുറന്നു കിട്ടുന്നത്. അപ്പൊ ഭഗവാൻ ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള വഴി നമുക്ക് തുറന്നു തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ബദരിയിൽ വന്നിട്ടുള്ളവർക്ക് അനവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ എത്തിയ ശേഷം നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ സാധിക്കണം. നമുക്ക് ഓരോരോ ചെറിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് ഭഗവാന്റെ കൃപ കൊണ്ട് ഉണ്ടായതാണ്. നല്ലതാണെങ്കിലും ചീത്തയാണ്, അതെല്ലാം അവിടെ ചെല്ലുമ്പോൾ എന്ത് അനുഭവങ്ങൾ ഉണ്ടാവുന്നു അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഒരു നിയോഗം എന്ന് വേണം നമ്മൾ കരുതാൻ. പിന്നെ അവിടെ ബദരിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് പടത്തിലൊക്കെ കണ്ടു കാണുമല്ലോ ആ ബദരിനാഥിന്റെ ക്ഷേത്രവും അതിന്റെ അടുത്തുള്ള സ്ഥലങ്ങളും ഒക്കെ. ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടെന്ന്. 100 ജന്മങ്ങളിൽ ഒരാൾക്ക്
100 പേരിൽ ഒരാൾക്ക് മാത്രമേ ബദരിയിലെത്താൻ പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല. അതിന് ഭഗവാന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ബദരിയിലൊക്കെ എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. അപ്പം 100 ജന്മപുണ്യം വേണം ഭഗവാന്റെ ആ ദർശനത്തിന് എന്ന് പറയുന്നു. നമ്മൾ അവിടെ എത്തുന്നത് ഏത് തരത്തിലാണ്? ഭക്തിയോടെ ചെന്നാൽ അനവധി അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാന്റെ ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് ഭഗവാൻ കാണിച്ചു തരുന്നത്. ഒരു കുട്ടി വന്ന് ചിലപ്പോൾ പല പല സംഭവങ്ങളും ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ നടന്നു പോകുന്ന സമയത്തായിരിക്കും ആരെങ്കിലും പെട്ടെന്ന് വന്ന് ചില കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ചിലപ്പോൾ കാണാത്ത ഒരു കുട്ടി വന്ന് നമ്മളോട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള പല പല സംഭവങ്ങൾ നമുക്ക് അതൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അത് ഭഗവാനായിട്ട് വിടുന്നതാണെന്നോ അല്ലെങ്കിൽ ഭഗവാൻ വിടുന്ന ആൾക്കാരാണെന്നോ ഒക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കണം. അഹം എന്ന ഭാവം മാറ്റി വെച്ചിട്ട് അത് മാറ്റി വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അവിടെയാണെങ്കിൽ ഒരുപാട് പുഷ്പങ്ങളുണ്ട്. നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പുഷ്പങ്ങൾ അവിടെയുണ്ട്. അതൊന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയത്തില്ല. വിചിത്രങ്ങളായ പുഷ്പങ്ങളുണ്ടെന്ന് പറയുന്നു. ഞാൻ കണ്ടിട്ടില്ല. അപ്പം കണ്ട പല ആൾക്കാരും വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ നമ്മൾ അവിടെ സ്ഥലങ്ങളിൽ ചെന്നാലും നമുക്ക് ആരെങ്കിലും അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് തന്നാൽ അതിന്റെ മൂല്യം നമ്മളത് തിരിച്ചറിയണം. പിന്നെ അവിടെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ വസുധാര എന്നൊരു സ്ഥലമുണ്ട്. അവിടെ എപ്പോഴും വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അപ്പം അവിടുന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഭഗവാനെ സ്മരിച്ച് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ തീർത്ഥം വന്ന് നമ്മുടെ ദേഹത്ത് വീഴും. നമ്മൾ തീർത്ഥം തളിക്കുന്നത് പോലെയാണ് ഈ വസുധാര എന്ന സ്ഥലത്ത് പോയി നിൽക്കുന്നത്. ആ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് യോഗമുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്ത് അവിടുന്ന് ആ ഒരു തുള്ളി വെള്ളം നമ്മുടെ ദേഹത്ത് വന്ന് സ്പർശിക്കുക എന്ന് പറയുന്നുണ്ട്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമല്ലെന്ന് തോന്നുന്നു. ആ സ്ഥലത്ത് നിന്ന് പക്ഷെ എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും. നമുക്ക് അടുത്ത് പോകാൻ പറ്റില്ല. ആ വെള്ളത്തിൽ നിന്ന് തെറിച്ച് നമ്മുടെ ദേഹത്തോട്ട് വെള്ളം വന്ന് വീഴും. ബദരിയിലെ ദർശനം എപ്രകാരമായിരിക്കണം എന്ന് ചോദിച്ചാൽ അവിടെ ഒരു തപ്തകുണ്ടം എന്നൊരു കുളമുണ്ട്. അവിടെ ചൂട് വെള്ളമാണ് എപ്പോഴും. അവിടെ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്. ഈ തപ്തകുണ്ടിൽ മാത്രം നല്ല ചൂടുള്ള വെള്ളമാണ്. അതിൽ കുളിച്ച ശേഷം ആദ്യ കേദാരേശ്വരനെ തൊഴുതിട്ട് ശേഷം വേണം ഗരുഡ ഭഗവാനെ തൊഴാൻ. പിന്നീട് വേണം ഭഗവാനെ തൊഴാനായിട്ട് പോകേണ്ടത്. ആ തപ്തകുണ്ടില് നല്ല എപ്പോഴും ചൂടുള്ള വെള്ളമാണ്. അവിടെയാണ് എല്ലാവരും ആദ്യം കുളിച്ചിട്ട് പോവുക. തണുപ്പല്ലേ ഭയങ്കര. അതുപോലെ തന്നെ കേദാരേശ്വരന്റെ ഭൂമിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ വണങ്ങിയതിന് ശേഷം അനുഗ്രഹത്തോടു കൂടി വേണം നമ്മൾ ഭഗവാനെ തൊഴാൻ പോവാൻ. ഭഗവാനെ ദർശിച്ച ശേഷം മാന എന്ന ഗ്രാമത്തിൽ പോകാൻ പറ്റും. അവിടെയാണ് വ്യാസ ഗുഹയുള്ളത്, ഗണേശ ഗുഹയുള്ളത്, സരസ്വതി നദിയുണ്ട്. നദി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സരസ്വതി നദി കുറച്ചു ദൂരം ഒഴുകുന്നത് കാണാൻ അവിടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുശേഷം അളകനന്ദയുമായി ചേർന്ന് അത് അടിയിലൂടെ സരസ്വതി പിന്നെ ഭൂമിക്ക് അടിയിലൂടെ ഒഴുകിയാണല്ലോ പോകുന്നത്. സപ്തകുണ്ടിൽ കുളിക്കുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ചൂടുള്ള വെള്ളമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. പെട്ടെന്ന് നമ്മൾ ആ ചൂടിലേക്ക്, തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഈ ഓക്സിജന്റെ അളവ് കുറവായതുകൊണ്ട് പിന്നെ ആ വെള്ളത്തിന് സൾഫറിന്റെ കൂടുതൽ ആധിക്യവുമുണ്ട്. പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുമുള്ള ഒരു കുണ്ടമാണ് അത്. അപ്പം ഈ ഓക്സിജൻ കുറവാണ്. അപ്പൊ ഓരോ പൂജയ്ക്ക് മുമ്പും പിന്നെ റാവൽജി അവിടെ വന്ന് കുളിച്ചതിന് ശേഷമാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ കുളിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ കുളിച്ചിട്ട് ചൂട് കൊണ്ട് സൂചിച്ച് അങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ ഇറങ്ങണമെന്ന് പെട്ടെന്ന് തന്നെ കുളിച്ച് കയറണം. കാര്യം സൾഫറിന്റെ അംശം കൂടുതലായതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും എന്ന് പറയുന്നേക്കാം. അതുപോലെ തന്നെ ബദരിനാഥിൽ എത്തുന്നതിന് മുമ്പ് ജ്യോതിർമഠം ഉണ്ട്. അവിടെയാണ് ശങ്കരാചാര്യരുടെ ആശ്രമം ഉള്ളത്. അപ്പൊ അദ്ദേഹം തപസ് ചെയ്തിരുന്ന ഒരു വൃക്ഷവും അവിടെയുണ്ട്. അതുപോലെ തന്നെ നരസിംഹമൂർത്തിയുടെ ഒരു ക്ഷേത്രവും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പാണ്ഡുകേശ്വരം എന്ന ഗ്രാമമുണ്ട്. ഇവിടെയാണ് ദേവപൂജാ സമയത്ത് ഉദ്ധവരും കുബേര ഭഗവാനും പൂജ ചെയ്തിരുന്നതെന്ന് പറയുന്നു. പാണ്ഡവരുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന ശരിക്കും ബദരി ആശ്രമത്തിന്റെ ഒരു ബോർഡർ സ്ഥലത്താണ് പാണ്ഡവര് ജനിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ബദരിയിലെ ദേവതകളും അവിടെ ഉണ്ട്. അവിടെ നിന്ന് പിന്നെ താഴേക്ക് സഞ്ചരിക്കുകയില്ല. ബദരിയിലൊരു അതുപോലെ തന്നെ ഹനുമാൻ ചെട്ടി എന്നൊരു സ്ഥലത്ത്
ഹനുമാന്റെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെയാണ് ഭീമൻ കല്യാണ സൗന്ദര്യം ശേഖരിക്കാൻ പോയത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വളരെ ശക്തിയുള്ള ഹനുമാൻ സ്വാമിയാണ് അവിടെ ഉള്ളത്. അവിടെ ദർശനം ചെയ്താൽ മാത്രമേ മുൻപോട്ട് നമുക്ക് യാത്ര സുഗമമാകുകയുള്ളൂ എന്നൊരു ചൊല്ലുമുണ്ട്. അപ്പോൾ അളകനന്ദയെ ദർശനം ചെയ്യണം ആദ്യം. പിന്നെ തപ്തകുണ്ടിൽ സ്നാനം ചെയ്തിട്ട് പിന്നെ ആദികേദാർ ദർശനം നടത്തി പിന്നെ ഗരുഡ ഭഗവാനെ കണ്ടതിന് ശേഷം സിംഹദ്വാരം വഴിയാണ് ക്ഷേത്ര ദർശനം നമ്മൾ നടത്തേണ്ടത്. പിന്നെ അതിനുശേഷമാണ് മാനാ ഗ്രാമത്തിലേക്ക് പോകുന്നത്. ഈ മാനാ ഗ്രാമത്തിൽ വെച്ചാണ് മഹാഭാരതം എഴുതിയത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരുമായി അതിനുശേഷം പിന്നെ ദേവന്മാരുടെ പൂജ കഴിഞ്ഞാൽ പിന്നീട് 6 മാസം കഴിയുമ്പോഴത്തേക്ക് മനുഷ്യരുടെ പൂജയാണ്. അപ്പൊ ഈ അവസരത്തിൽ ദേവന്മാർ അനവധി പരീക്ഷണങ്ങൾ നടത്താറുണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്. അതൊക്കെ തരണം ചെയ്തിട്ട് വേണം, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പൂജകൾ കൂടാതെ അവിടുത്തെ വിശേഷ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിവിടെ ഒരു തീരുമാനം എടുക്കുന്നത് ഇവിടുത്തെ പൂജാരി തന്നെയാണ്. നാരദമുനി പറയുന്നു എന്നതാണ്. അതുപോലെയാണ് അവർ ഈ പൂജാരി പറയുന്ന ആ വാക്കുകൾ എടുക്കുന്നത്. അവിടുത്തെ രാജ്യത്തെ രാജാവ് അന്ന് പണ്ട് സമയങ്ങളിലും. പിന്നെ 2019 ആയപ്പോഴത്തേക്ക് ഈ ക്ഷേത്രങ്ങളെല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്തു. 22 ആയപ്പോഴത്തേക്ക് പിന്നെ തിരികെ അത് റാവൽജിയുടെ അധീനതയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പൂജാരിയുടെ അധികാരത്തിൽ ഒക്കെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് അങ്ങനെ അധികാരത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രങ്ങൾ എപ്പോഴും ഭക്തന്റെ കയ്യിൽ തന്നെ വേണം. അത് ഒരു നാടിന്റെ ഐശ്വര്യമാണ്. ഇടയ്ക്ക് അത് ഗവൺമെന്റ് ഏറ്റെടുത്തെങ്കിലും അത് തിരിച്ച് പിന്നീട് ഒരു ട്രസ്റ്റിലേക്ക് മാറ്റി പൂജാരിയുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം ക്ഷേത്രങ്ങൾ എപ്പോഴും ഭക്തന്റെ കയ്യിൽ തന്നെയാണ് വേണ്ടത്. ഒരു നാടിന്റെ ഐശ്വര്യമാണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. ദേവന്റെ ആ ചൈതന്യം ഈ ലോകം മുഴുവനുമുണ്ട്. ദേവചൈതന്യം ഭക്തന്റെ മനസ്സിൽ ഉണ്ട് എന്നറിയിക്കാനാണ് നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ ബദരിയുടെ പിന്നെ ക്ഷേത്രങ്ങൾ അതുതന്നെ ബദരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുപ്പതിയില് ഭഗവാന് പത്മാവതിയുടെ വിവാഹം കഴിക്കാൻ ധനം വേണ്ടി വന്നിരുന്ന സമയത്ത് കുബേരന്റെ വാസസ്ഥലം അളകാപുരിയാണല്ലോ. അപ്പൊ അളകാപുരി അവിടെ നിന്ന് കുബേര ഭഗവാൻ ധനങ്ങൾ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തപ്തകുണ്ടിന്റെ തപ്തകുണ്ടിന് ചൂടുള്ള വെള്ളമാണല്ലോ. അത് ഭഗവാന്റെ തപസ്. ഭഗവാൻ അവിടെ ധ്യാനത്തിൽ ഇരിക്കുകയാണ്. ആ ഭഗവാന്റെ തപസ്സിൽ നിന്ന് വരുന്ന ആ ഒരു ചൂട് കൊണ്ടാണ് ഈ തപ്തകുണ്ടിലെ വെള്ളത്തിന് ഇത്രയും ചൂട് എന്ന് പറയുന്നത്. പൂജ കഴിഞ്ഞിട്ട് ശങ്കരഗതി എന്ന സ്ഥലത്ത് ഈ പൂജാരി വന്നിരിക്കും. അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. ഭഗവാനെ ദർശിക്കാൻ ആൾക്കാർ കൂടുതലുള്ള സമയത്ത് എല്ലാവരും ദർശനം കഴിഞ്ഞതിന് ശേഷമേ ക്ഷേത്രം അടയ്ക്കുകയുള്ളൂ. അവിടെ ഭഗവാൻ പത്മാസനത്തിൽ ധ്യാനത്തിലാണ് ഇരിക്കുന്നത്. കമണ്ഡലവും ജപമാലയും ഒക്കെ ഉണ്ട് ഭഗവാന്റെ കയ്യിൽ. അങ്ങനെ ഓരോ ജീവജാലത്തിനും ഓരോ ജീവിക്കും ലക്ഷ്മി സമേതനായി നാരായണ പർവ്വതത്തിലാണ് ബദരി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ദേവിയുമുണ്ട്. അത് പിന്നീട് പറഞ്ഞ ദേവനും മനുഷ്യരും പൂജ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നട തുറക്കൽ നിശ്ചയിക്കുന്നത് ആരാണ്? ലോക നന്മയ്ക്കായിട്ട് അനുയോജ്യമായ ഒരു ദിവസമൊക്കെ തീരുമാനിച്ച് രാജാവിന്റെ ഒരു പ്രത്യേക അധ്യക്ഷതയിലായിരുന്നു അന്ന് നട തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതെല്ലാം ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് റാവൽ എന്ന് പറയുന്ന അവിടുത്തെ പൂജകൾ നടത്തുന്ന വ്യക്തി തന്നെ ആയിരിക്കും. പിന്നെ ഇത്രയുള്ള ബദരിനാഥിനെ കുറിച്ചൊക്കെ പറയുന്നതിന് കുറെ പോയിന്റ്സ് അങ്ങനെ എഴുതിയിട്ടിരുന്നു. അപ്പൊ അതൊക്കെ നോക്കി പറഞ്ഞതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കുറച്ച് പേര് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഇടയ്ക്ക് പോയിരുന്നു കേട്ടോ. കുറെ പേര് ബദരിനാഥില് അതെ പോയിരുന്നു മാതാജി. എനിക്കും ഭാഗ്യം കിട്ടി. ഞാൻ എല്ലാം ഒന്നും കൂടി ഓർത്തു, ഇങ്ങനെ അവിടെ പോയതും കണ്ടതും
ഈ വ്യാസഗുഹ, ഗണപതി ഗുഹ, മനാഗ്രാമം എല്ലടും വിസിറ്റ് ചെയ്തു. സരസ്വതി നദി ഇതെല്ലാം പറയുമ്പോ മാതാജി ഇങ്ങനെ പറയുമ്പോ അതെല്ലാം ഇങ്ങനെ മനസ്സിൽ കൂടെ പോവുകയായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. ആ തപ്തകുണ്ടിൽ കുളിച്ചു. ഒക്കെ വിളിച്ചത്. നല്ല അനുഭവം, നല്ലൊരു ഓർമ്മ പുതുക്കി തന്നു. അവിടെ കുറെ താങ്ക് യു നേരം മാതാജി, കുളിക്കാൻ നന്നായി. പാടില്ലെന്ന് പറയാ, സൾഫർ നമ്മുടെ ദേഹത്തായിട്ട് പെട്ടെന്ന് ആ നമ്മുടെ പോകും എന്നൊക്കെ ഏതോ ഒരു പ്രഭു പണ്ട് നമുക്ക് ക്ലാസ് തന്നിരുന്ന ഒരു പ്രഭു പക്ഷെ അതിൽ കടന്ന് ബോയ്സ് നീന്തി കുളിക്കുന്ന ഒരുപാട് പേരുണ്ട് മാതാജി.